സ്ക്രൂവും കണ്ടോ നല്ല ടൈറ്റാണ് കണ്ടോ. എങ്ങനെ നോക്കിയാലും ബലം കൊടുത്താൽ ത്രെഡ് പോകും. നമ്മൾ അങ്ങനെ അധികം കഴിച്ചാൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമുക്കിതും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മുടെ 2 AC ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഔട്ട്ഡോർ. അപ്പോൾ ഇതിൽ ഒരെണ്ണം അലൂമിനിയം കോയിലാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് കോപ്പർ കോയിൽ വരണം. അതുപോലെ തന്നെ ഈ ഒരു AC നമുക്ക് ഫാൻ മോട്ടർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ലീഫൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫാൻ മോട്ടർ അയച്ചെടുക്കണം. അപ്പോൾ ഫാൻ മോട്ടർ അയച്ചെടുക്കാൻ നേരത്തെ ഈ സ്ക്രൂ ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈറ്റുള്ള സ്ക്രൂസൊക്കെ നമുക്ക് എങ്ങനെ അയച്ചെടുക്കുമെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ഔട്ട്ഡോറിൻ്റെ ഫാൻ മോട്ടർ അങ്ങനെ എളുപ്പത്തിൽ അയക്കാൻ നോക്കാം. ഈ കേടായ ഫാൻ മോട്ടർ നമുക്ക് അയച്ചിട്ട് പുതിയ ഫാൻ മോട്ടർ പിടിപ്പിക്കണം. മുകളിലത്തെ 2 സ്ക്രൂ നമുക്ക് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ നമ്മൾ ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ താഴത്തെ കണ്ട നമുക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബലം പിടിച്ചാലും ഊരിപ്പ് വരില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ പെട്ടെന്ന് അഴിക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അധികം നമ്മൾ ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഡൊക്കെ പോകും, ഇത് ഊരിപ്പ് വരില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എളുപ്പത്തിൽ അയച്ചെടുക്കാമെന്ന് നോക്കാം. ഈ ടൈറ്റായ സ്ക്രൂ ഒക്കെ അയക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. എളുപ്പത്തിൽ അഴിഞ്ഞു പോകും. അതുപോലെ നമുക്ക് ഇതുപോലെ ടൈറ്റുള്ള സ്ക്രൂ ഒക്കെ എളുപ്പത്തിൽ അയച്ചെടുക്കാൻ പറ്റും. ഇത് അയച്ചെടുത്ത് സ്ക്രൂവും കണ്ടോ നല്ല ടൈറ്റാണ് കണ്ടോ. എങ്ങനെ നോക്കിയാലും ബലം കൊടുത്താൽ ത്രെഡ് പോകും. നമ്മൾ അങ്ങനെ അധികം കഴിച്ചാൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമുക്ക് ഇതും ഇതുപോലെ തന്നെ അയക്കാം. നന്നായിട്ട് ഹീറ്റായിട്ടുണ്ട്. ഹീറ്റ് അങ്ങനെ നിർത്തണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് അയച്ചെടുക്കാം. അയച്ചെടുക്കുന്നുണ്ട്. ഈ സ്ക്രൂ ഒക്കെ നമ്മൾ ലൂസാക്കി വെച്ചായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അയച്ചെടുക്കാം. ഓക്കെ, ഫാൻ മോട്ടർ അങ്ങനെ അയച്ചു വെച്ചിട്ടുണ്ട്. കേടായ ഔട്ട്ഡോർ ഫാൻ മോട്ടർ ഈ രീതിയിൽ അയച്ച് മാറ്റി അതിന് ശേഷം പുതിയ ഫാൻ മോട്ടർ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 4 സൈഡിൽ നല്ല രീതിയിൽ സ്ക്രൂ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക. നമ്മുടെ പുതിയ ഫാൻ മോട്ടറിലേക്ക് നമുക്ക് ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഔട്ട്ഡോർ ഫാൻ മോട്ടറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ AC ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല കിടിലനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം.